നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 ഏപ്രിൽ മാസം 24-ാം തീയതി വെള്ളിയാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള പ്രായം ഈ അധ്യയന വർഷവും 5 വയസ്സായി തന്നെ തുടരും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി പ്രായപരിധി 6 വയസ്സായി ഉയർത്തണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നെങ്കിലും കേരള വിദ്യാഭ്യാസ ചട്ടം മുൻനിർത്തി പഴയ രീതി തുടരാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. 6 വയസ്സ് നിബന്ധന കർശനമാക്കിയാൽ സ്കൂളുകളിൽ ചേരുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വൻ കുറവുണ്ടാകുമെന്നും ഇത് അധ്യാപകരുടെ ജോലി സ്ഥിരതയെ ബാധിക്കുമെന്നുമുള്ള വിലയിരുത്തലിലാണ് ഈ ഒരു നടപടി. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടുന്ന കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. 2025-ൽ മാത്രം 16,500 കുട്ടികളുടെ കുറവാണ് ഉണ്ടായത്. ഈ വർഷം പ്രായപരിധി 6 വയസ്സാകുമെന്ന് കരുതി കുട്ടികളെ വീണ്ടും UKG ക്ലാസുകളിലും അങ്കണവാടികളിലും ഇരുത്താൻ തയ്യാറെടുത്തിരുന്ന രക്ഷിതാക്കൾക്ക് പുതിയ തീരുമാനം വലിയ ആശ്വാസമാകും. പ്രായപരിധി ഉയർത്തുന്നത് ഒഴിവാക്കിയതോടെ സ്കൂളുകളിൽ കുട്ടികൾ കുറയുന്ന സാഹചര്യം ഒഴിവാവുകയും അധ്യാപകരുടെ ആശങ്കകൾക്ക് പരിഹാരമാവുകയും ചെയ്യും. മുതൽ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ പ്രവേശന നടപടികൾ ആരംഭിക്കും. മതിയായ രേഖകൾ ഹാജരാക്കാൻ സാധിക്കാത്തവർക്ക് താൽക്കാലിക പ്രവേശനം നൽകാൻ സൗകര്യമുണ്ടാകും. 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങളും യൂണിഫോമും സൗജന്യമായി നൽകും. പ്രവേശനത്തിനായി കുട്ടികൾക്ക് യാതൊരുവിധ പരീക്ഷകളും നടത്തരുതെന്നും ഫീസുകൾ ഈടാക്കരുതെന്നും വിദ്യാഭ്യാസ വകുപ്പ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത അറിയിപ്പായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കടുത്ത ചൂടിൽ ഇഴജന്തുക്കൾ ജനവാസ മേഖലകളിലേക്കും തണുപ്പ് തേടി പാർപ്പിടങ്ങൾക്കകത്തും എത്താൻ സാധ്യതയുണ്ടെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നു. പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഗൗരവമായി തന്നെ കാണണം. പകൽ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിലേക്കുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതാണ്. ദാഹമില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കണം. കുട്ടികൾ, പ്രായമായവർ, ഗർഭിണികൾ എന്നിവരുടെ കാര്യത്തിൽ പ്രത്യേക കരുതൽ വേണം. ചൂടിൽ നിന്ന് രക്ഷ നേടാൻ ജലാശയങ്ങളിലും പുഴകളിലും കുട്ടികൾ കളിക്കാൻ പോകാറുണ്ട്. അവിടങ്ങളിലും നല്ല തരത്തിലുള്ള ജാഗ്രത പാലിക്കണം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് ഈ കഠിനമായ വേനൽക്കാലത്തെ നമുക്ക് സുരക്ഷിതമായി മറികടക്കാമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. അടുത്ത അറിയിപ്പായി പങ്കുവെക്കുന്നത് തൊഴിലുറപ്പിൽ വൻ മാറ്റത്തിനൊരുങ്ങുകയാണ്. ഭാരതത്തിന്റെ ഗ്രാമീണ മേഖലയെ വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ വിപ്ലവകരമായ മാറ്റങ്ങളുമായി കേന്ദ്ര സർക്കാർ. UPA സർക്കാരിന്റെ കാലത്തെ അഴിമതി ആരോപണങ്ങളിൽ മുങ്ങിയ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി മോദി സർക്കാർ കൊണ്ടുവരുന്ന VBG റാംജി പദ്ധതി ഉടൻ നടപ്പിലാക്കും. പദ്ധതിയുടെ സുതാര്യത ഉറപ്പാക്കാനും അഴിമതി തുടച്ചു നീക്കാനും ആധുനിക സാങ്കേതിക വിദ്യയായ GPS അധിഷ്ഠിത നിരീക്ഷണം നിർബന്ധമാക്കാനാണ് കേന്ദ്ര നീക്കം. രാജ്യത്തിന്റെ വികസന കുതിപ്പിന് ഗ്രാമീണ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനൊപ്പം അവരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ബിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ 100 ദിവസമായിരുന്ന തൊഴിൽ ഗ്യാരണ്ടി ഇനി മുതൽ 125 ദിവസമായി ഉയർത്തും. ഇതോടെ ഗ്രാമീണ കുടുംബങ്ങൾക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കാൻ സാധിക്കും. കൂടാതെ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന വേതനത്തിൽ ഗണ്യമായ വർധനവും പുതിയ പരിഷ്കാരത്തിലൂടെ കേന്ദ്രം വാഗ്ദാനം ചെയ്യുന്നു. ജോലി പൂർത്തിയാക്കി 15 ദിവസത്തിനകം പണം ബാങ്ക് അക്കൗണ്ടുകളിൽ നേരിട്ടെത്തുമെന്ന് ഉറപ്പുവരുത്താൻ കർശനമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പദ്ധതിയിൽ കൃത്യമായ നിരീക്ഷണം ഉറപ്പാക്കാൻ VBG റാംജിയിൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. ജോലി നടക്കുന്ന സ്ഥലങ്ങളിൽ GPS അധിഷ്ഠിത ട്രാക്കിങ്ങും ബയോമെട്രിക് ഹാജരും ഏർപ്പെടുത്തുന്നതോടെ വ്യാജ രജിസ്റ്റർ റോളുകൾ ഉപയോഗിച്ച് പണം തട്ടുന്ന സംഘങ്ങൾക്ക് തിരിച്ചടിയാകും. യഥാർത്ഥ തൊഴിലാളികൾക്ക് അർഹമായ കൂലി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. വെള്ളപ്പൊക്കം, വരൾച്ച തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങളെ നേരിടാനുള്ള ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പദ്ധതിയിൽ മുൻഗണന ലഭിക്കും. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ LPG ക്ഷാമത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഭാവിയിൽ ഇത്തരം പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാനുള്ള പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. പൈപ്പ് ലൈൻ ഗ്യാസ് കണക്ഷനുകളിലേക്ക് നഗരങ്ങളിലെ ഉപഭോക്താക്കളെ ആകർഷിക്കാനാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പദ്ധതികൾ തയ്യാറാക്കുന്നത്.
സാധാരണക്കാരായ തൊഴിലാളികൾക്കുള്ള ഇന്ധന ലഭ്യത ഉറപ്പാക്കുന്നതിനായി 5 കിലോ LPG സിലിണ്ടറുകളുടെ വിതരണം വ്യാപകമാക്കാൻ കേന്ദ്രം എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുറഞ്ഞ വരുമാനക്കാരായവർക്കും അതിഥി തൊഴിലാളികൾക്കും 5 കിലോയുടെ സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്നത് വഴി തിരക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്ന് സർക്കാർ കണക്കുകൂട്ടുന്നു. പൈപ്പ് ലൈനിന് ആവശ്യക്കാർ കൂടി സിലിണ്ടറുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനായി നഗരങ്ങളിൽ വീടുകളിലേക്കുള്ള പൈപ്പ് ഗ്യാസ് കണക്ഷനുകൾ നൽകുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ ഗ്യാസ് വിതരണ കമ്പനികളോട് സർക്കാർ ആവശ്യപ്പെട്ടു. മുമ്പ് പൈപ്പ് ലൈൻ ഗ്യാസിനോട് മുഖം തിരിച്ചവർ പോലും പ്രതിസന്ധി കാലത്ത് മനസ്സു മാറ്റിയിട്ടുണ്ട്. കൊച്ചിയിലടക്കം പൈപ്പ് ലൈൻ ഗ്യാസ് കണക്ഷനായി അപേക്ഷ കൊടുക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ട്. ഇറക്കുമതിയിൽ ഉണ്ടാകുന്ന അനിശ്ചിതത്വം മറികടക്കാൻ രാജ്യത്തെ തന്ത്രപ്രധാനമായ എണ്ണവാതക സംഭരണശാലകളിൽ പരമാവധി സ്റ്റോക്ക് ഉറപ്പാക്കാനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട്. അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രകാരമുള്ള 1000 രൂപയുടെ വിതരണ നടപടികൾ ആരംഭിച്ചു. 25-ാം തീയതിക്ക് ശേഷം വിതരണം ഉണ്ടാകും എന്നുള്ള അറിയിപ്പാണ് ലഭിക്കുന്നത്. അർഹരായിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും 1000 രൂപ ഈ ഒരു ഏപ്രിൽ മാസത്തെ വിഹിതം എത്തിച്ചേരുന്നതാണ്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.